ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു ഓൾഡ് ബൂട്ട് മേക്ക് ഓവർ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ ആ സൈഡിൽ കണ്ടോ, അത് പട്ടി കടിച്ചതാണേ. അപ്പോൾ ഇത് ഈ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങോട്ടേക്ക് ഇടാനൊന്നും പറ്റില്ല. അതിൻ്റെ മറ്റേ പേര് കണ്ടോ, ഇതിന് യാതൊരു കുഴപ്പമില്ല. അതിലും വേറെ കോമഡി എന്താ വെച്ചാൽ, ഇത് ഞാനൊരു ഒറ്റ തവണ ലൈഫിൽ ഇട്ടിട്ടുള്ളൂ. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിന് പറ്റിയൊരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു ബൂട്ട് മേടിച്ചാട്ടോ. ഞാനങ്ങനെ ഈ ബൂട്ടൊന്നും അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇത് ഇങ്ങനെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ബൂട്ടല്ലല്ലോ, ഒരു ലോവറായിട്ട് തന്നെ വരുന്ന ടൈപ്പല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിത് ഇഷ്ടമായപ്പോൾ അങ്ങനെ മേടിച്ചായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണെങ്കിൽ ഒരൊറ്റ തവണ ഇട്ടിട്ടുള്ളൂ. അതാണ് മെയിൻ ഹൈലൈറ്റ്. അപ്പോഴത്തേക്കും പട്ടി കടിച്ചു പോയി. പിന്നെ ഞാൻ ഇത്രയും കാലം ഞാനത് എടുത്ത് വെച്ചാൽ എന്താ വെച്ചാൽ, നമ്മൾ ഇത്രയും ഒരു ഇഷ്ടം കൊണ്ട് മേടിച്ചല്ലേ, അപ്പോൾ അതങ്ങ് കളയണ്ടല്ലോ. കുറച്ച് കാലം എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് കളയാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ കഴിഞ്ഞതാണ് നമ്മൾ സൺഡേ മാൾ പോയപ്പോൾ ഈ ഒരു റിബൺ മേടിച്ചായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് ആ ബൂട്ടൊന്ന് മേക്ക് ഓവർ ആക്കി എടുത്താലോ എന്ന് ഒരു ഐഡിയ വന്നത്. അപ്പം ഞാൻ ആ റിബൺ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ചുരുട്ടി വെച്ചെടുക്കുകയാണത്. അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നില്ലേ, ആ പട്ടി കടിച്ച ആ ഒരു പോർഷൻ ഫില്ലാവുന്ന രീതിയിൽ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു ഒറ്റ ലെയർ ഒട്ടിച്ച സമയത്ത് എനിക്ക് എന്തോ ഒരു ഫിനിഷിങ് ഇല്ല, എന്തൊക്കെയോ വെച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് എന്തൊക്കെയോ ഒന്ന് കാട്ടി വെച്ച പോലെ തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് റിബൺസ് ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്തിട്ട് ഓവറാക്കി അങ്ങോട്ട് ചാളാക്കിയിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ശരിയാട്ടോ, ഭയങ്കര ഓവറായി പോയില്ല, ഇത് എന്താ അത് കാട് പിടിച്ചെടുക്കുന്ന പോലെയെന്ന് വിചാരിച്ചേ. പക്ഷേ വെയിറ്റ് ചെയ്യൂ, ഫൈനൽ ലുക്ക് ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ വന്നിട്ടുള്ള ആ സംഭവങ്ങളും ചെരുപ്പിൻ്റെ അടിയിലേക്ക് പോയതും ഇങ്ങനെ കാണുമ്പോൾ ഒരു നീറ്റ് അല്ലാണ്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ട്രിം ചെയ്ത് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രിം ചെയ്ത് കുറേയൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പിന്നെയും നമ്മൾ ഒന്ന് ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് പിന്നെയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ സെറ്റ് ആയി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാണുമ്പോൾ അത് എവിടേക്കാണോ ഇത് ഫില്ലാവാത്തത് അവിടെയൊക്കെ നമ്മളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുക. ഇപ്പം നിങ്ങളുടെ ബൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയാണോ പട്ടി കടിച്ചത് നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ മാറ്റണം കേട്ടോ. ഇപ്പോൾ എനിക്ക് ആ സൈഡിൽ വന്നതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ രീതിയിലൊന്ന് കവറപ്പ് ചെയ്തിട്ട് എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിൽ ഈ കാണുന്ന പോർഷൻ അല്ലെങ്കിൽ അവിടെ സൈഡ് മാത്രം ഭയങ്കര ഹെവി ആയിട്ടുണ്ട്, ഫ്രണ്ടിലേക്ക് ഒന്നും ഇല്ലാത്ത പോലെ. അപ്പം ഞാൻ അവിടെ സ്റ്റോൺസും കൂടി വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് കേട്ടോ. സംഭവം അടിപൊളിയാണിത്. നമുക്കിങ്ങനെ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഗ്ലൂ ആണ് കേട്ടോ. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. അത്യാവശ്യം നന്നായിട്ട് അത് ഒട്ടുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. നമ്മളധികം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനങ്ങനെ ഫുള്ളായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഒരു ചെറിയ പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഞാൻ സ്റ്റോൺസ് മേടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്നും കൂടി ഫില്ലാക്കി കൊടുക്കായിരുന്നു എന്ന്. പിന്നെ ഞാൻ രണ്ടാമത് അത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ആ സ്റ്റോൺസിനെ ഞാൻ ചെറിയ പാക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരിയും കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ 2 പെയറില്ലേ, ഞാനതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്തതാണ്. പക്ഷേ ആ സ്റ്റോൺസ് ചെറുതാണെങ്കിലും കുറേ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അത് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ രണ്ടിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് എന്താ അറിയോ, അത് മറ്റേ ഇൻസ്ലാഷൻ ടാപ്പില്ലേ, അത് വെച്ചിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിടുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൽ വരുന്ന കുറേ ത്രെഡുകൾ, ഈ ഗമ്മിൻ്റെ ബാക്കി അതൊക്കെ നമുക്ക് അതിലേക്ക് അങ്ങ് പോകും. ഇങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്. ആക്ച്വലി സെറ്റായിട്ടില്ലേ? എനിക്കിഷ്ടമായിട്ടോ. ഒരു ഭയങ്കര ഒരു ഹെവി ഓവർ ലുക്ക് ഉണ്ട്, ബട്ട് എന്നാലും ഓക്കെയാണ്. നമുക്ക് പട്ടി കടിച്ച ഷൂ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തില്ലേ, നമ്മളത് കളഞ്ഞില്ലല്ലോ, പിന്നെ റീയൂസ് ചെയ്തല്ലോ. അതാണ് മെയിൻ ഹൈലൈറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.